ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ പുറകിൽ നമുക്ക് ചുളിവ് വരാറുണ്ട്. ചില ആളുകൾക്ക് തയ്ക്കുമ്പോൾ ചില ബഹുഭൂരിപക്ഷ ആളുകൾക്കൊക്കെ ഇങ്ങനെ സൈഡിൽ ചുളിവ് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അതിലെങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക, ഒരാളുകളുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് എങ്ങനെ പരിഹരിച്ചെടുക്കുക എന്നുള്ള ടിപ്പാണ് പറയുന്നത്. പിന്നെ റൗണ്ട് നെക്ക് വരുന്നത് തയ്ക്കുമ്പോൾ, സാരി ബ്ലൗസിന് റൗണ്ട് നെക്ക് തയ്ക്കുമ്പോൾ തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഒരു വി നെക്കിൻ്റെ ഷേപ്പ് പോലെ കറക്റ്റ് റൗണ്ട് വരുന്നില്ല. ഫ്രണ്ടിലൊക്കെ റൗണ്ടും ഫ്രണ്ടിലും ബാക്കിലും കറക്റ്റ് റൗണ്ട് വരുന്നില്ല. ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ വരാത്തത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്താണ്, അതെങ്ങനെ ശരിയാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരുന്ന ടിപ്പ്. പിന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഷോൾഡറൊക്കെ ഇറങ്ങി വീഴാറുണ്ട്. നമ്മുടെ കൈയുടെ ഭാഗത്തേക്ക് ഇറങ്ങി വീഴുന്നുണ്ട്, ഇറങ്ങി പോകുന്ന രീതിയിലുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം പരിഹരിക്കാനുള്ള ഒരു ഐഡിയയും കൂടിയാണ്, അതിനെല്ലാത്തിനുള്ളൊരു പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു 2.25 ഇഞ്ച് വൈഡാണ് കഴുത്തിന് എടുക്കുന്നത്. താഴേക്ക് നമ്മളൊരു 7.25 ഇഞ്ച് ഇറക്കെടുക്കുന്നുണ്ട്. ഈ ബ്ലൗസിന് താഴേക്ക് ഒരു 7.25 ഇഞ്ച് ഇറക്കെടുക്കുന്നുണ്ട്. ആ ഇറക്കത്തിനനുസരിച്ച് നമ്മളൊരു സ്ക്വയർ ബോക്സ് വരച്ചിട്ട് നമ്മളതിനെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 7.25 ഇഞ്ച് താഴേക്ക് കഴുത്തിൻ്റെ ഇറക്കമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2.25 ഇഞ്ച് മുകളിൽ കൊടുത്തിരിക്കുന്ന അതേ അളവിൽ തന്നെ താഴേക്കും 2.25 ഇഞ്ച് തന്നെ കൊടുത്തിട്ട് നമ്മളൊരു ബോക്സ് വരച്ചെടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ആദ്യം ബോക്സ് വരച്ചെടുത്ത ശേഷമാണ് കഴുത്ത് നമ്മൾ വരയ്ക്കുന്നത്. കഴുത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കണേൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കഴുത്ത് വി ആയിട്ട് വരാതെ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു 5.5 ഇഞ്ച് നമ്മളൊരു ഷോൾഡറും കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഷോൾഡർ എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. നമ്മളൊരു സാധാരണ ആളുകൾക്കൊക്കെ ഒരു 5.5 ഇഞ്ച് ഷോൾഡർ കൊടുക്കുക. ഒരു സ്മോൾ സൈസ് ആളുകൾക്കൊക്കെ ഒരു 5.5 ഇഞ്ച് ഷോൾഡർ കൊടുക്കാം. മീഡിയം സൈസ് ആളുകൾക്ക് 5.25 ഇഞ്ച് ഷോൾഡർ കൊടുക്കാം. ലാർജ് സൈസ് ആളുകൾക്ക് വരുന്ന ആളുകൾക്ക് നമ്മൾ 5.5 അല്ല 5.5 5.25 6 ഇഞ്ച് ഷോൾഡർ കൊടുക്കുക. അപ്പോൾ സ്മോളിന് നമ്മൾ 5.5, മീഡിയത്തിന് നമ്മൾ 5.25, ലാർജിന് നമ്മൾ 6 കൊടുത്തു. ഓക്കെ, നമ്മളൊരു 55 സൈസിന് എക്സ്ട്രാ ലാർജിന്, മനസ്സിലായോ, അവർക്ക് നമ്മളൊരു 6.25 പിന്നെ ഒരു പോയിന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 6.5 വരെ കൊടുക്കുക. 6.5 അധികമാണ്, ഒരു പോയിന്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ വരയ്ക്കുന്ന രീതി കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ റൗണ്ട് ഈ വരയ്ക്കുന്ന രീതി ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് ഔട്ടറിലേക്ക് പോകുന്ന രീതിക്കാണ് റൗണ്ട് ചെയ്ത് വരയ്ക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെരിവ് ചെറുതായി ഉള്ളിലേക്ക് കടത്തി വരും, ആ സ്ക്വയറിൻ്റെ അവിടത്തേക്ക് കടത്തി വരും. ഇങ്ങനെ വരയ്ക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വി അല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കഴുത്തിന് വി ഷേപ്പ് വരാതെ നമുക്ക് കറക്റ്റ് റൗണ്ടൊക്കെ വരണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇതുപോലെ തന്നെ കട്ട് ചെയ്താലാണ് കറക്റ്റ് റൗണ്ട് വരുന്നത്. അല്ലെങ്കിൽ തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ അതൊരു വിയോ ഈ പുറത്തേക്ക് ഔട്ടറിലേക്ക് ഇതുപോലെ റൗണ്ട് ചെയ്ത് എടുത്തിട്ടില്ല എങ്കിൽ പിന്നെ നമ്മളത് റൗണ്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് കുറച്ച് കയറി വരണ പോലെ കർവ് ചെയ്ത് വരണം. അതിന് ശേഷം മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു ഇഞ്ചോളം നമ്മൾ എങ്ങനെ വരണം, സ്ട്രൈറ്റ് ആയിട്ട് ആ ബോക്സ് വരച്ചില്ലേ, നമ്മൾ സ്ക്വയർ ബോക്സ് വരച്ചാലോ അതുപോലെ അതേ ലെവലിൽ തന്നെ വരണം. ഇങ്ങനെ വന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൗണ്ട് നെക്ക് തന്നെ ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഇതിനകത്തേക്ക് ഒരു 5.5 ഇഞ്ച് നമ്മൾ സൈഡിൽ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വരയ്ക്കുന്നു. എന്തുകൊണ്ടാണ് ഇനി നമുക്ക് ബ്ലൗസിന് നമുക്കിങ്ങനെ ചുളിവ് വരണേ എന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ കൈക്കുഴിയുടെ ഭാഗത്ത് ഇങ്ങനെ സ്ക്വയർ വരച്ചെടുത്തു ഇല്ലേ. ഇനിയിപ്പോൾ കൈക്കുഴിയുടെ ഭാഗത്ത് സ്ക്വയർ വരയ്ക്കേണ്ടത് നമ്മുടെ സൈഡിൻ്റെ പകുതിക്ക് തൊട്ട് നമ്മൾ ഇതുപോലെ വരയ്ക്കേണ്ടത് കേട്ടോ. നമ്മൾ ഈ വരച്ച കൈക്കുഴിയുടെ ഇറക്കം വരച്ചിട്ടുണ്ട്, അതിൻ്റെ പകുതി തൊട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ചെസ്റ്റിൻ്റെ 4 ഒരു ഭാഗത്തിൻ്റെ അളവ് പ്ലസ് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്, അങ്ങനെയാണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയിട്ടത്. എന്നതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ട് നീക്കിയ ശേഷമാണ് ഉള്ളിലേക്ക് ഇതുപോലെ കടത്തിയെടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ചെസ്റ്റിൻ്റെ 4 ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ വന്ന് മുട്ടേണ്ടത്. എന്നാൽ കറക്റ്റ് വന്ന് മുട്ടണേക്കാളും കുറച്ചും കൂടി ദൂരം നമ്മൾ ആ നേരെ വരച്ച ആ വരയിലേക്ക് തന്നെ വരണം. പിന്നെ കുറച്ചും കൂടി കൂടുതൽ ചുളിവുകൾ വരുന്ന ആളുകൾക്ക് പരിഹരിക്കാനുള്ളൊരു ഐഡിയ പറഞ്ഞാൽ, സാധാരണ രീതിയിൽ ചെയ്യേണ്ടത്, ചില ആളുകൾ തയ്യൽ തുമ്പിലേക്ക് എത്തുന്ന രീതിയിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ കർവ് വരച്ചതിന് തുമ്പത്തേക്ക് എത്തുന്നത് നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ 1.5 ഇഞ്ച് സീം അലവൻസ് ഉണ്ടല്ലോ, അതിലേക്ക് കടത്തി വരയ്ക്കുന്നവർക്കാണ് ഇതുപോലെ സൈഡിൽ ബ്ലൗസിൻ്റെ പിൻഭാഗത്തും അതുപോലെ ഫ്രണ്ടിലും ഇങ്ങനെ സൈഡ് ഭാഗത്ത് ചുളിവ് വരുന്നത്. പിന്നത്തെ ഒരു പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു 3/4 ഇഞ്ചൊക്കെ എടുത്താൽ മതി. ഒരു മീഡിയം ആളുകൾക്കൊക്കെ 3/4 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് മീഡിയം സൈസ് ഒരു 3/4 ഇഞ്ച് എന്ന രീതിയിൽ ഒരുവിധം എല്ലാ ആളുകൾക്കും 3/4 ഇഞ്ച്, നല്ല വണ്ണമുള്ളവർക്കാണെങ്കിൽ 1 ഇഞ്ച് എടുത്താൽ മതി.
ഈ കുഴിച്ച് വെട്ടുന്ന ഒരു ഭാഗം. അപ്പോൾ അത്രത്തോളം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇതുപോലെ കൈക്കുഴി നല്ലോണം ഇങ്ങനെ ചുളിഞ്ഞ് കിടക്കുന്ന രീതിയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞൊരു രീതി കൂടിയും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആ ഒരു ഇത്ര പോയിന്റ് കൂടി, അതായത് ഇത്രയും കണ്ടോ, ഒരു 4 ഇഞ്ചിന് മുകളിലൊരു ഭാഗം ഉണ്ടല്ലോ, അത് ചുളിഞ്ഞ് കിടക്കുന്ന ഭാഗമാണ്. അത്രയും ഭാഗം ചുളിഞ്ഞ് വരുന്ന കിടക്കും. ഫ്രണ്ടിലേക്ക് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് തയ്ച്ച് പോകുമ്പോൾ ഇതിനേക്കാളും 4 ഇഞ്ച് കുറവിലാണ് നമ്മൾ തയ്ച്ച് പോകണം. അപ്പോൾ ഇത്രയും 4 ഇഞ്ച് നമ്മൾ എന്ത് വരും, അതാണ് നമ്മുടെ ചുളിവായിട്ട് വന്ന് കിടക്കണം. മനസ്സിലായോ? ഇതാണ് നമുക്ക് ബ്ലൗസിൽ ചുളിവ് എടുക്കുന്നത്. ആദ്യത്തെ ഒരു 4 ഇഞ്ചാണ് നമുക്കവിടെ ചുളിവ് എടുക്കണം. നമ്മളിത് രണ്ടാമത് വരച്ച വരെയാണ് നമ്മൾ ശരിക്കും വരച്ചത്. അതിനുശേഷം നമ്മൾ താഴേക്ക് വരയ്ക്കുന്ന ആ ഭാഗത്ത് കൂടി നമ്മൾ തയ്ച്ച് പോകുന്നത്. ഇതേപോലെ നമ്മൾ വേറൊരു ഐഡിയ എന്ന് പറയും, ഇതുപോലെ ഇത്രയും ഭാഗത്തിൻ്റെ പകുതി കണക്കാക്കുക, എന്നിട്ട് വരയ്ക്കുക. ആ പകുതി കണക്കാക്കിയിട്ട് വരച്ച് ആ പകുതിയുടെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇതേപോലെ പകുതി വരെ കണക്കാക്കുക. മനസ്സിലായോ? ഒരു പകുതിയുടെ നമ്മളിപ്പോൾ ചെസ്റ്റിൻ്റെ 4 ഭാഗത്തിലേക്ക് നമ്മൾ മുട്ടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ചെസ്റ്റിൻ്റെ 4 ഭാഗത്തിൽ എത്തണ ഭാഗത്തിന് മുമ്പത്തെ പകുതി ഇതുപോലെ ടേപ്പ് വെച്ച് മടക്കി. ഇപ്പോൾ നമ്മൾ ചെയ്താലൊന്നുമില്ല, ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് എന്നിട്ട് ഇതേപോലെ കൈക്കുഴിയുടെ ഇറക്കത്തിൻ്റെയും പകുതി അവിടം വരേക്ക് ഇതേപോലെ ആക്കിയിട്ട് നടുമടക്കുക. എന്നിട്ട് അവിടെ നിന്നുള്ള പകുതി അങ്ങനെ വരുമ്പോൾ ശരിക്കും ആരുടെ ബ്ലൗസിലായാലും, ഇപ്പോൾ സ്മോൾ സൈസ് ആയാലും മീഡിയം സൈസ് ആയാലും ലാർജ് സൈസ് ആയാലും എക്സ്ട്രാ ലാർജ് ആയാലും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചുളിഞ്ഞ് വരത്തില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് ആക്കുമ്പോൾ ഇതുപോലെ ഔട്ടറിലേക്ക് നമ്മളിപ്പോൾ 4 ഇഞ്ച് ഔട്ടറിലേക്ക് എടുത്തിട്ടുണ്ട്. സ്ക്വയർ ബോക്സ് വരച്ചതിൻ്റെ ഔട്ടറിലേക്ക് എടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ വരയ്ക്കേണ്ടത്. നമുക്കൊരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചിന് താഴ്ത്തി ഇറക്കിയ ശേഷമാണ് നമ്മൾ 4 ഇഞ്ച് ഔട്ടറിലേക്ക് എടുത്ത് കടത്തി വരുന്നത്. അതും നമ്മൾ എവിടേക്ക് വന്ന് നിൽക്കണം, ഈ പകുതി എടുത്തില്ലേ, അതായത് പകുതിയുടെ പകുതി എടുത്തില്ലേ നമ്മൾ, ആ ഒരു അളവിൽ കൂടെ വേണം നമ്മൾ വരയ്ക്കാൻ. ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ചില ആളുകൾ ബ്ലൗസ് ഇറങ്ങി വീഴുന്നതിൻ്റെ കാരണം സ്ലോപ്പ് ഇട്ടിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ്. നമ്മൾ സാരി ബ്ലൗസിനൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഷോൾഡർ കൊടുത്തിട്ടില്ല. ബോഡി ഫിറ്റ് മെഷർമെൻറ്റ് ലെവലിലാണ് നമ്മൾ ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് പ്രകാരം ചെയ്യുന്ന തിയറി പ്രകാരത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇതിൽ മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളത് എളുപ്പ വഴിക്കുള്ള പരിപാടിയാണ് നമ്മൾ ഈ പറഞ്ഞ 5.5, 5.25, 6 ഇഞ്ച് എന്ന് പറഞ്ഞത് കേട്ടോ. തിയറി പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. അത് കാണുന്നുള്ളവർക്ക് അത് കണ്ടു നോക്കാം. പ്രാക്ടിക്കലായാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ബോഡി ഫിറ്റ് ലെവലാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 3/4 ഇഞ്ച് താഴത്തേക്ക് ഇങ്ങനെ ഷോൾഡർ സ്ലോപ്പ് ചെയ്യുന്നതുണ്ടല്ലോ, അത് നമുക്ക് ചെയ്യുമ്പോൾ ബോറിംഗ് ആയിട്ട് വരികയും ചെയ്യും. മാത്രമല്ല നമ്മുടെ സൈഡിലേക്ക് കൈയുടെ താഴത്തേക്ക് ഇറങ്ങി വീഴുകയും ചെയ്യും. അല്ല, നമ്മൾ സാധാരണ രീതിയിൽ ഇത്രയും ബോഡി ഫിറ്റായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 1/2 ഇഞ്ച് 3/4 ഇഞ്ച് എന്ന രീതിയിൽ തയ്ച്ച് പോയാൽ മതി. അതായത് കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ചും കൈക്കുഴിയുടെ ഭാഗത്തേക്ക് 3/4 ഇഞ്ചും വരുന്ന രീതിക്ക് തയ്ക്കുമ്പോൾ, ബ്ലൗസ് തയ്ക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രം അങ്ങനെ തയ്ച്ച് പോകാൻ മാത്രമേ വേണ്ട. ഒരു 4 ഇഞ്ചിൻ്റെ സ്ലോപ്പ് മാത്രം നമ്മൾ തയ്ക്കുന്നതിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ഷോൾഡറിൽ നിന്ന് ഇറങ്ങി വീഴും. മനസ്സിലായോ? സാധാരണ രീതിയിൽ ഷോൾഡർ കൂടുതൽ എടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അതങ്ങനെ ചെയ്താൽ ബോറിംഗ് അല്ലാത്തത്. ഓക്കെ, ഇത് ഇത്രയും വളരെ കുറവ് ഷോൾഡർ എടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഷോൾഡർ സ്ലോപ്പും കൂടിയും കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഷോൾഡറിന് ഇറങ്ങി വീഴും കേട്ടോ. ഇതാണ് അതിൻ്റെ പ്രധാന പോയിന്റ്. പിന്നെ നമ്മളിപ്പോൾ ബാക്കിൽ ചുളിവ് വരാതിരിക്കാനും ഫ്രണ്ടിൽ ചുളിവ് വരാതിരിക്കാനും രീതിയിൽ നമ്മളിതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴുത്തിൻ്റെ റൗണ്ട് കറക്റ്റ് കിട്ടാനായിട്ട് ഇതുപോലെ കണ്ടോ, ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് അപ്പുറത്തെ ഭാഗം അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുമ്പോൾ കറക്റ്റ് റൗണ്ട് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നെക്ക് വെട്ടിയെടുക്കേണ്ടത്, കഴുത്ത് വെട്ടിയെടുക്കണം. അപ്പോൾ കറക്റ്റ് റൗണ്ട് തന്നെ വന്നു. അപ്പോൾ വി പോലെ വരത്തില്ല. തയ്ച്ച് വരുമ്പോൾ 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തന്നെ തയ്ച്ച് പോവുക. അപ്പോൾ വി പോലെ വരത്തില്ല. പിന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം നമുക്ക് ഫ്രണ്ടിൻ്റെ ഭാഗം കുഴിച്ച് വെട്ടണതും ബാക്കിൻ്റെ ഭാഗം കുഴിച്ച് വെട്ടണതും ടിപ്പും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാ പരിഹാരം, അതുപോലെ ഷോൾഡർ ഇറങ്ങി വീഴുന്നതിൻ്റെ പരിഹാരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കഴുത്ത് ഇറക്കം 5.5, അതായത് 5-5.5 കുറവാണ് എടുക്കണമെങ്കിൽ നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ ഒരു 4 ഇഞ്ച് വെച്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കണം. നമ്മളിപ്പോൾ 5.5 എടുത്തത്, നമ്മളിപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന വ്യക്തിക്ക് 7.4 എടുത്തിരിക്കുന്നത്. അതേസമയം നമ്മളൊരു 5.5 താഴെയാണ് കഴുത്തിറക്കം എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ 5.5 എടുത്ത ഈ ഷോൾഡർ എടുത്തിരിക്കുന്നത് 5.5 ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ബ്ലൗസിൻ്റെ ഷോൾഡർ 5.5 ഈ 5.5 എന്നുള്ളത് 5.25 മാറും. കാരണം നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം കുറയ്ക്കുമ്പോൾ ആ വ്യക്തിക്ക് ടൈറ്റ് അനുഭവപ്പെടാതിരിക്കാനായിട്ട് ഷോൾഡറിലത് ആ 4 ഇഞ്ച് കൂട്ടി.
അങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്ക് കട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കുഴി 4 ഭാഗത്തിലേക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കൈക്കുഴി 4 ഭാഗത്തിലേക്ക് 1 ഇഞ്ച് എത്തണേക്കാട്ടിലും മുമ്പോട്ടേ നമ്മൾ താഴത്തേക്ക് ആ ലൈനിൽ താഴെ കൂടെയാണ് നമ്മൾ താഴത്തേക്ക് കൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. മനസ്സിലായോ? അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമാണ് ചുളിവ് വരാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചുളിവ് വരും. കറക്റ്റ് ആ പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ കർവ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ചുളിവ് വരും. ഫ്രണ്ട് എടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞ് സ്ക്വയറിന് ഔട്ടറിലേക്ക് നിൽക്കണം. പകുതിൻ്റെ ഭാഗത്തിൽ 1/4 ഇഞ്ചോളം പുറത്തേക്ക് നിൽക്കണം. അങ്ങനെ എടുക്കുമ്പോഴാണ് ഫ്രണ്ടിലും ചുളിവ് വരാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ടിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ടിപ്പുകളെല്ലാം യൂസ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുള്ളായ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഈ ടിപ്പുകളെല്ലാം വെച്ച് ബ്ലൗസ് തയ്ച്ച് നോക്കുക. എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ എല്ലാവർക്കും ഷോൾഡർ സ്ലോപ്പ് എടുക്കരുത്. ഷോൾഡർ സ്ലോപ്പ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡി ഫിറ്റിലാണ് ഈ ഷോൾഡർ ഒക്കെ എടുത്തിരിക്കുന്നത്. ഇത്രയും ബോഡി ഫിറ്റിൽ എടുക്കുമ്പോൾ നമ്മൾ ഷോൾഡർ സ്ലോപ്പും കൂടി എടുക്കുകയാണെങ്കിൽ ആ വ്യക്തികളുടെ ഷോൾഡർ സ്ലോപ്പ് താഴത്തേക്ക് ഇറങ്ങി വീഴും കേട്ടോ. അപ്പോൾ നമ്മൾ കഴുത്തിറക്കം കുറയ്ക്കുന്നവർക്ക് മാത്രം നിങ്ങൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. കഴുത്തിറക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5-നും താഴെ 3, 3.5, 4 അത്രയ്ക്ക് കുറവ് എടുക്കുന്ന 2, 2.5 ഇത്തിരി വയസ്സായ ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വളരെ കഴുത്ത് വല്ലാണ്ട് കുറവ് മതി എന്ന് പറയും. അങ്ങനെ പറയുന്നവർക്ക് ബാക്കും ഫ്രണ്ടും കഴുത്ത് കുറവ് മതി എന്ന് പറയുന്നവർക്ക് മാത്രം നമ്മൾ ഷോൾഡറിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം. അതുപോലെ തന്നെ ഷോൾഡർ സ്ലോപ്പും കൊടുക്കുക. അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്കൊന്നും കഴുത്തിൻ്റെ ഇറക്കം കൂടുതൽ എടുക്കുന്നവർക്ക് ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഷോൾഡർ ഇറങ്ങി വീഴും. ഇതാണ് ഇതിൻ്റെ ടിപ്പ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.